അപ്പോൾ ഇപ്പോൾ സമയം 7:27 നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞ് നമ്മൾ വന്ന വണ്ടിയാണ്. നമ്മുടെ ഈ വണ്ടി 55ാമത്തെ ജീപ്പ് കോമ്പസ് ആണ് കേട്ടോ നമ്മൾ ക്ലച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. 55ാമത്തെ ജീപ്പ് കോമ്പസ് ആണ് നമ്മൾ ക്ലച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. ക്ലച്ച് പരമായി ജീപ്പോ MG അങ്ങനെ ജീപ്പ് കോമ്പസ് അതുപോലെ MG ഹെക്ടർ, ടാറ്റ ഹാരിയർ ഈ വാഹനങ്ങളുടെ ക്ലച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഫ്ലൈ വീൽ അടക്കം എല്ലാം റീപ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം പൈസ ലാഭിക്കാൻ വേണ്ടി ക്ലച്ച് മാത്രം മാറേണ്ട ഒരു കാര്യമില്ല, വണ്ടി കംപ്ലൈന്റ് ആകും ഉറപ്പാണ്. ഇത് ഒരു ജീപ്പ് കോമ്പസ് ആലപ്പുഴ നിന്ന വണ്ടിയാണ്. ആ വാഹനം കസ്റ്റമർ സെക്കൻഡ് എടുത്താണ്. കസ്റ്റമർ കൊടുക്കുന്നതിന് മുന്നേ ക്ലച്ച് കംപ്ലൈന്റ് ആയതുകൊണ്ട് ക്ലച്ച് മാത്രം മാറിക്കൊടുത്തു. അതും ലോക്കലാണ് ഇട്ടിരുന്നത്. യാതൊരു ബന്ധവുമില്ലാത്ത, അതായത് നമ്മുടെ കോമ്പസിൽ കിടന്ന ക്ലച്ചേ ആയിരുന്നില്ല, വേറെ ക്ലച്ചായിരുന്നു. ഇത്രയും ഫ്ലൈ വീല് മോശമായി പോയ ഫ്ലൈ വീലിൻ്റെ മുകളിലേക്ക് അവർ ക്ലച്ച് കയറ്റി വിട്ടു. ഭയങ്കര കംപ്ലൈൻ്റ് ആയി. വണ്ടി ഗിയർ ബോക്സ് വരെ കംപ്ലൈൻ്റ് ആറായാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ചും ഫ്ലൈ വീലും കംപ്ലീറ്റ് സാധനങ്ങളും പുതിയതിട്ടു. 54,000 ക്ലച്ച് മാരെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് ഇത് കിടന്നിരുന്നത്. ഇത് ലുക്കെന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷേ ഇതിൻ്റെ സ്പ്രിങ് എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ക്ലച്ച് വരുന്നത്. ഈ ക്ലച്ചിന് ഈ ഫ്ലൈ വീലിന് പകരം ഈ പ്രഷർ പ്ലേറ്റിന് പകരം ഇട്ടിരുന്നത് അതാണ്. ഇതാണ് ഇതിൻ്റെ ഡിസ്ക് വരുന്നത്. നമ്മൾ ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിംഗ് കംപ്ലീറ്റ് കാര്യങ്ങളും മാറ്റമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും ഏകദേശം കഴിയാറായി. അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് MG ഹെക്ടർ, ജീപ്പ് കോമ്പസ്, പിന്നെ അതുപോലെ നമ്മുടെ ടാറ്റ ഹാരിയർ ക്ലച്ച് മാറുമ്പം കമ്പൽസറി ആയിട്ടും സെറ്റ് കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാവും. ഓണാക്കിയേ. നേരത്തെ വണ്ടി നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, സൗണ്ടൊന്നും ഇപ്പോൾ ഇല്ല. ഈ വണ്ടി അടക്കം 54ാമത്തെ വണ്ടിയാണ് നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്യുന്നത് കേട്ടോ.